ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ചാൾസ് വർഗീസ് പുളിക്കീട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മധ്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മധ്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥന് ആവശ്യങ്ങളറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിടുമേ. ജീവനാഥന് ആവശ്യങ്ങളറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ ദൈവം അവന് തക്കതായ തുണ തൻ്റെ ഭാര്യയായ ഹൗവയെ കൊടുത്ത ശേഷം ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഒരു മനുഷ്യനിൽ കൂടി ദൈവം സമൂഹത്തെയും സമൂഹം പെരുകി വംശങ്ങളായും ജാതികളായും രാഷ്ട്രങ്ങളായും അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ അഥേനയിലുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:26. ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെയൊക്കെയും ഉളവാക്കി. അതിനാൽ നമുക്കിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ അറിവാലും ദൈവഹിതം നിറവേറുവാനും ദൈവം ഈ ലോകത്തിൽ ഓരോ വ്യക്തികളെയും ജനിക്കുവാനും ജീവിക്കുവാനും അനുവാദം നൽകുന്നു. നമ്മുടെ ജീവിത വഴിയിൽ നാം കാണുന്നവർ ചിലപ്പോൾ നമ്മളെ സഹായിച്ചു എന്നിരിക്കും. ചിലരായി നമ്മുടെ ജീവിത അവസാനം വരെയും ഒരു നല്ല സുഹൃത്ത് ബന്ധം നിലനിർത്തി കൊണ്ടുപോകും. മറ്റു ചിലർ നമുക്ക് ദുഃഖവും ഭാരവും വേദനയും നൽകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം പരിചയപ്പെട്ട് സഹകരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവം നമ്മുടെ ജീവിതത്തെ പണിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ബൈബിളിലെ പല ഭക്തന്മാരുടെയും ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിലും സ്വഭാവ വൈരുദ്ധ്യമുള്ള അനേകരെ പരിചയപ്പെട്ട് ഇവർ മുഖാന്തരം ആ ഭക്തന്മാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. യോസേഫിൻ്റെ ജീവിതം നല്ലൊരു ഉദാഹരണമാണ്. അപ്പനും അമ്മയും അപ്പൻ്റെ മറ്റ് ഭാര്യമാരും തൻ്റെ 11 സഹോദരന്മാരും ഒരു സഹോദരിയും വീട്ടിലെ വേലക്കാരും അടങ്ങുന്ന വലിയൊരു കുടുംബത്തിലാണ് താൻ വളർത്തപ്പെട്ടത്. തൻ്റെ അനുജൻ്റെ ജനനത്തോടുകൂടി തൻ്റെ മാതാവ് മരിച്ചു പോകുകയും അതിനാൽ മാതൃസ്നേഹം കിട്ടാതെ തൻ്റെ പിതാവ് തന്നെ ഏറെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ സഹോദരന്മാരുടെ പരിഹാസം പീഡനങ്ങൾ അനുഭവിച്ച് 17-ാം വയസ്സിൽ തൻ്റെ സഹോദരങ്ങളാൽ ഇസ്മായേല്യർക്ക് അടിമയായി വിൽക്കപ്പെട്ട് മിസ്രൈമിൽ പൊത്തിഫറിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ യോസേഫ് ഒരിക്കലും അറിഞ്ഞില്ല താൻ ഈ കണ്ട മുഖങ്ങളെല്ലാം മിസ്രൈമിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നവരാണ് എന്ന്. വേദനകളും ഏകാന്തതയും നിന്ദകളും പരിഹാസവും ചെയ്യാത്ത തെറ്റിന് കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ അവിടെയും കണ്ടുമുട്ടിയവർ അവർ അറിയാതെ ദൈവം ഉദ്ദേശിച്ച ഉയരങ്ങളിലേക്ക് യോസേഫിനെ ഉയർത്തുകയായിരുന്നു. നാം നമ്മുടെ ജീവിത വഴിത്താരയിൽ കണ്ടുമുട്ടുന്ന അനേകർ അവർ എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വരികയില്ല. ചിലർ നമ്മളെ നിന്ദിക്കും, ചിലർ നമ്മളെ പരിഹസിക്കും, ചിലർ നമുക്കൊരു വേദനയാകും, മറ്റു ചിലർ നമ്മളെ ദ്രോഹിച്ചു എന്നുമിരിക്കും. എന്നാൽ ഇവർ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളവരാണ്, നമ്മെ ദൈവം ഉയർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഏകാന്തതയുമെല്ലാം നമ്മെ തളർത്തിക്കളയുമ്പോൾ നമ്മുടെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്ന് നമ്മൾ വിധി എഴുതുമ്പോഴും
ഏലിയാവിൻ്റെ കാക്കയെ പോലെ നമ്മളെ പോഷിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും അലറുന്ന കടലിൻ്റെ മധ്യേ സുരക്ഷിതത്വവും ദൈവം ഉദ്ദേശിച്ച തീരത്തെത്തിച്ചേരുവാനുള്ള മാർഗവുമായി തീർന്ന ഒരു കടലാന പോലെയും ചിലരെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും. പ്രതീക്ഷിച്ചവർ പലവരും നമ്മെ കൈവിട്ടു എന്നിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് പരിചയമില്ലാത്ത ചിലരെ ദൈവം നമ്മുടെ സഹായത്തിനായി അയക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൽ താൻ നമ്മുടെ പാപമെല്ലാം ചുമന്ന് നീക്കുന്ന ആ നിമിഷത്തിൽ അടികളാലും നിന്ദകളാലും പരിഹാസത്താലും ക്ഷീണിച്ച് തളർന്ന് രക്തം വാർന്ന് ആ മരക്കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോത്ര മലമുകളിലേക്ക് കയറിപ്പോകുമ്പോൾ വീണും എഴുന്നേറ്റും നിസ്സഹായനായി തീരുന്ന ആ നിമിഷത്തിൽ തന്നെ സഹായിക്കുവാൻ വരുന്ന ഒരു കുറേനക്കാരനായ ശിമോനുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹായത്താൽ സൗഖ്യമാക്കപ്പെട്ടവർ അനേകരാണ്. തൻ്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി തടിച്ചുകൂടിയ ജനക്കൂട്ടവും കർത്താവ് ഒരിക്കൽ 5 അപ്പവും 2 മീൻ കൊണ്ടും 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ തിന്ന് തൃപ്തരായവരും തന്നെ അനുഗമിച്ച ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ആരും തന്നെ സഹായിക്കുവാൻ അപ്പോൾ ഇല്ലായിരുന്നു. ആരും ഇല്ലാതെ വന്നപ്പോഴും പിതാവായ ദൈവം തൻ്റെ പുത്രനെ സഹായിക്കുവാൻ വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശിമോനെ ദൗത്യം ഏൽപ്പിച്ചു. ചിലപ്പോൾ നാം ഏകരെന്ന് തോന്നിപ്പോകും. ആരും സഹായിക്കാനില്ല എന്ന് വിചാരിക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഒരു കുറേനക്കാരനായ ശിമോനെ അയക്കും, ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. എന്നാൽ തിരിച്ചൊന്ന് ചിന്തിക്കുക, നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ സഹായകരമാകുന്നു? ഞാൻ യൂദയെ പോലെ മറ്റൊരു വ്യക്തിയെ ഒറ്റിക്കൊടുക്കുന്നവനാണോ? പത്രോസിനെ പോലെ തള്ളിപ്പറയുന്നവനാണോ? ശിഷ്യന്മാരെ പോലെ സഹായിക്കേണ്ട സമയത്ത് ഓടിപ്പോകുന്നവരാണോ? അതോ കുറേനക്കാരനായ ശിമോനെ പോലെ തൻ്റെ ക്ഷീണവും തൻ്റെ ബുദ്ധിമുട്ടുകളും തൻ്റെ വേദനകളുമെല്ലാം മറന്ന് മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവരാണോ? നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇത് തന്നെയല്ലേ ചെയ്തത്? നാം അവനെ അറിയാതിരുന്നപ്പോൾ, അവൻ്റെ ശത്രുക്കൾ ആയിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മെ സ്നേഹിച്ചപ്പോൾ സ്വർഗം വിട്ട്, തൻ്റെ മഹത്വം വിട്ട്, തനിക്കുണ്ടായിരുന്ന ആരാധന വിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. അദൃശ്യനായ ദൈവവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായവൻ ഒരു മനുഷ്യ ശരീരമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. അമർത്യനായ ദൈവം മർത്യനായി മരിക്കുവാൻ വേണ്ടി, നമ്മുടെ പാപം ചുമന്നു നീക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. പാപത്തിൻ്റെ ഭാരവും ചുമന്നുകൊണ്ട് പോകുന്ന നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുവാൻ, നമ്മുടെ പാപഭാരം ചുമന്ന് നീക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരമായി ആ ക്രൂശിന്മേൽ മരിച്ചു. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഏവനെയും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുക്കുന്നു. ഇതിനേക്കാളും വലിയ ഒരു സ്നേഹത്തിൻ്റെ പ്രദർശനം കാണുവാൻ സാധിക്കുകയില്ല. ചില നാളുകൾക്ക് മുൻപ് ഒരു പുസ്തകത്തിൽ ഇങ്ങനൊരു വാചകം വായിച്ചു: ഈ വഴിയിൽ കൂടി നാം ഒരിക്കൽ മാത്രമേ പോവുകയുള്ളൂ. നാം കണ്ട് മറക്കുന്ന മുഖങ്ങൾ അനേകം. എന്നാൽ ആ മനസ്സുകളിൽ നമ്മുടെ ഓർമ്മ എങ്ങനെയായിരിക്കും? ഈ ചിന്തകളാൽ നാം ബലപ്പെട്ടും നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്തിയും മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.